അപ്പോൾ നമുക്കിന്ന് സപ്ലൈ ചെയ്യേണ്ട സ്ഥലം തിരുവനന്തപുരം വെള്ളറടയാണ്. അപ്പോൾ നമുക്ക് വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ധനം അത്യാവശ്യമാണ്. അങ്ങനെ നമ്മളൊരു പമ്പിൽ കയറി ആവശ്യത്തിന് പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഇന്നെന്തായാലും നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ മഴ ഉണ്ടാവുമോ എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ഇന്ന് ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. മോന് ലീവുള്ളപ്പോൾ മാത്രമേ ഞാൻ കൊണ്ടുവരൂ. വീട്ടിൽ നോക്കാൻ ആളില്ലെങ്കിൽ മാത്രം എൻ്റെ ഒപ്പം ഞാൻ കൊണ്ടുവരും. അങ്ങനെ പിന്നെ ദാഹിച്ചപ്പം വെള്ളം കുടിച്ച് നല്ല വെയിലായപ്പോഴത്തേനും ദാഹം കൂടി. രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയതുകൊണ്ട് പിന്നെ നമ്മൾ ഗോഡൗണിൽ വന്ന് ലോഡെല്ലാം കയറ്റി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ സ്റ്റാമിന ഫുള്ള് തീർന്നു. അങ്ങനെ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേസ് വാങ്ങി കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഒരു ലേസിൽ എന്നെ ഒതുക്കാൻ നോക്കണ്ട, കാര്യമായിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എനിക്ക് ബിരിയാണി വാങ്ങി തന്നു കേട്ടോ. മിക്കപ്പോഴും അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ബിരിയാണി തന്നെയാണ്, വൈറ്റ് റൈസ് അങ്ങനെ കഴിക്കാറില്ല. അങ്ങനെ ഞാനും അച്ഛനും ഓരോ ബിരിയാണി വാങ്ങി. അപ്പോൾ 2 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അത്രയും കഴിക്കത്തില്ല. ഈ ഇടയായിട്ട് ഇച്ചിരി തടി കൂടുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് ഞാൻ 1 പീസ് ചിക്കൻ മാത്രമേ എടുത്തുള്ളൂ. ചിക്കനും പിന്നെ ഇതിനകത്തുണ്ടായിരുന്ന മുട്ടയും ഞാൻ അച്ഛന് കൊടുത്തു. എനിക്കെല്ലാം കൂടെ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വണ്ടിയെടുത്ത് മുന്നോട്ട് പോകുന്തോറും ചില സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കിന്ന് ഒരു ഷോപ്പിലേക്ക് മാത്രമേ സപ്ലൈ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കെന്തോ ക്യാമറ എടുത്തവിടെ വീഡിയോ പിടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്, ഒരു നാണം. അപ്പോൾ ഞങ്ങൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും 4:05 മണിയായിട്ടോ. ചായ കുടിക്കേണ്ട സമയമായി. അങ്ങനെ ഞങ്ങൾ എന്നും പോത്തങ്കോട് വന്ന ചായ കുടിക്കുന്നു കേട്ടോ. അവിടെ നല്ലൊരു സ്പെഷ്യൽ ചായ ആൻഡ് കടി കിട്ടുന്നൊരു കടയുണ്ട്. അങ്ങനെ അവിടുന്ന് ഓരോ ചായയും ഓരോ വടയും കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. പിന്നെ വരുന്ന വഴിയിലെല്ലാം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വീട്ടിലേക്ക്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.